ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സീന ഓർക്കിഡ് വസന്തത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പം നല്ല വെയിലുള്ള ദിവസമാണ്, മഴയൊന്നും ഇല്ല, നല്ല വെളിച്ചമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം എൻ്റെ ചെടികളുടെ പഴയ പ്രതാപകാലമൊക്കെ അവസാനിച്ചു കേട്ടോ. ഏരിയ വളരെ കുറവാണ്, ചെറിയൊരു ബാൽക്കണിയാണ്. അപ്പോൾ ആ ബാൽക്കണിയിൽ ഞാൻ എൻ്റെ ചെടികളെല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ അത്രയൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഉള്ളതെല്ലാം പകുതിയാക്കി. 250 ചെടികളുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത്രയും ചെടികൾ ഞാൻ ഒരു 150 ചെടികളോളം ഞാൻ ഈ ബാൽക്കണിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 10-30 എണ്ണം പോയി, ബാക്കിയൊക്കെ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. പിന്നെ മഴ, വെയിൽ, അതൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ മാറ്റി വരുമ്പോൾ നമുക്ക് കാലാവസ്ഥ മാറും. പുറത്ത് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറിയതാണ് കേട്ടോ. വണ്ടികളുടെ ഇരമ്പൽ വന്നത്. മഴക്കാലത്താണ് ഏറ്റവും കൂടുതലും നമ്മുടെ ചെടികൾ നശിച്ചു പോകാൻ സാധ്യത. നേരിട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്കത്ര വിഷയമല്ല, പക്ഷേ വെള്ളം കുത്തനെ വന്ന് വീണ് കഴിയുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ അധികമായിട്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വേനൽക്കാലമാണെങ്കിലും അതെ, പെട്ടെന്ന് നമ്മൾ വെള്ളം ഒഴിക്കാൻ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഡ്രൈ ആയി പോവും. പിന്നെ അതിൻ്റെ ചകിരി എങ്ങനെയാണോ നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്നത് ആ രീതിക്കൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ ചെടികളിലെ നനവ് നിൽക്കലും ഡ്രൈ ആവലും ഒക്കെ. അപ്പം അതൊക്കെ അനുസരിച്ചിട്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ ചെടികൾ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. 120 ചെടികളുണ്ട് ഇതിനുള്ളിൽ. ഇപ്പം കുറച്ചൊക്കെ തണ്ടുകളൊക്കെ ഉണങ്ങിപ്പോയതും ചീത്തയായി പോയതും ചട്ടികളൊക്കെ കാലിയായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഓൺസീഡിയം എന്ന് പറയുന്നത് എൻ്റെ ഇതുപോലെ ഒരു പൈപ്പ് നിറച്ച് ചെടികൾ കൊലകൊലയായി പോയിട്ടിരുന്ന ചെടികളാണ്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാവും. അതിലൊക്കെ ഇപ്പൊ ആകെ 5-6 ചെടികളേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡെൻഡ്രോബിയംസ് ഒക്കെ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ചട്ടികളൊക്കെ കുറെ കാലിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിലൊക്കെ നിറച്ച് ചെടികൾ നിന്നിരുന്നതാണ് കേട്ടോ. കാലാവസ്ഥ മാറുമ്പോൾ അതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ടൈ ഇട്ടാണ് ഞാൻ ഇതെല്ലാം കെട്ടിവെച്ചിരിക്കുന്നത്. കാരണം ഇത്രയും സ്ഥലത്ത് ഇത് ഉൾക്കൊള്ളിക്കണമല്ലോ. അപ്പം ഇത്രയും ചട്ടിക്ക് കനമില്ലാത്തതുകൊണ്ടും ചകിരിയാണ് അതിന്റെ പോട്ടിംഗ് മിക്സ് ആയതുകൊണ്ടും കനമില്ലാത്തത് കൊണ്ട് അതിൽ 2 ടൈ ഒക്കെ കെട്ടിയാൽ അതങ്ങനെ നിന്നോളും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഫലനോപ്സിസ് ഓർക്കിഡ്. എനിക്ക് കുറെ 10-15ഓളം ഫലനോപ്സിസ് ചെടികൾ ഉണ്ടായിരുന്നതാണ്. ആ ചെടികളിൽ ഇപ്പം ആകെ 6 ചെടികളെ എനിക്കുള്ളൂ. ബാക്കി മൊത്തം പോയി കേട്ടോ ഫലനോപ്സിസ്. അതായത് ഇപ്പൊ വെയിലടിച്ചു കഴിയുമ്പോൾ അതിന്റെ കളറൊക്കെ മാറി പോകുന്നതാണ്ടോ. തണ്ടൊക്കെ ഇലയൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അതില്. ഇത് ഓൺസീഡിയ സ്പാസിലേറ്റം. ഇതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അത് എവിടെ വേണമെങ്കിലും പിടിച്ച് കിട്ടി രക്ഷപ്പെട്ടു പോയിക്കോളും. ഓൺസീഡിയോ അങ്ങനെയാണ്. ഓൺസീഡിയത്തിനും മഴയോ വെയിലോ ഒന്നും പ്രശ്നമില്ല. വെയിലത്താണെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഡെൻഡ്രോബിയം ആണെങ്കിലും അതുപോലെ ഫലനോപ്സിസ് ആണെങ്കിലും നമ്മൾ അതുപോലെ കെയർ ചെയ്തില്ലെങ്കിൽ മൊത്തം നശിച്ചു പോകും. നമ്മളെ കൊണ്ടൊന്നും രക്ഷപ്പെടുത്തി എടുക്കാൻ അതൊന്നും പറ്റില്ല. പിന്നെ എന്നെ അറിയാലോ, മൊക്കാറ, വാൻഡ ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതൊന്നുമില്ല. ആകെയുള്ളത് ഡെൻഡ്രോബിയവും ഫലനോപ്സിസും ഓൺസീഡിയവും. ഇപ്പോൾ ഓൺസീഡിയം സ്പേസിലേറ്റം. പിന്നെ നമ്മളെ ചോക്ലേറ്റ് ഓർക്കിഡ്സ് ഇല്ലേ, അത് ചെറുത് 2-3 എണ്ണം നിൽപ്പുണ്ട്. കിഡ്സ് ഇല്ലേ, അതുണ്ട്. പിന്നെ ഇത് കണ്ടോ, നല്ല വേരുകൾ നിൽക്കുന്നത്. ഈ വേരുകൾ പോലെ അതിന്റെ തണ്ടുകൾ വളർന്നിരുന്നെങ്കിൽ ഞാൻ ആശിക്കാറുണ്ട് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വേരുകൾ വളരുന്ന പോലെ തണ്ടുകൾ വലുത്. അതിന്റെ തൊട്ടിപ്പുറത്തൊരു ചട്ടി ഇരിപ്പുണ്ട്. അതിനുള്ളിൽ എപ്പോഴും വെള്ളം നിറഞ്ഞു കിടപ്പുണ്ടാവും. അപ്പൊ അതിന്റെ ആ തണുപ്പിന് നോക്കിയാണ് ആ വേരുകൾ ഇങ്ങോട്ട് വളരുന്നത് കേട്ടോ. ചട്ടിക്കകത്ത് നല്ല തണുപ്പായിരിക്കും ചട്ടിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട്. പിന്നെ ഇതിലൊക്കെ പൂവുണ്ടായി. ഇപ്പം 2 ഓൺസീഡിയത്തിലൊക്കെ 5-6 പൂവുകൾ ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഓൺസീഡിയ സ്പെസിലേറ്റത്തിലൊക്കെ പൂവുണ്ടായിട്ടുണ്ട്. ഒരു ഫലനോപ്സിസിൽ പൂവുണ്ടാവാറുണ്ടായിരുന്നു. അതൊക്കെ കൊഴിഞ്ഞു പോയതാണ് ഇപ്പം മിക്കതിലും പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതിലും പുതിയ തൈകൾ ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട്. മഴക്കാലമായോട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല.
കാറ്റടിക്കുമ്പോഴൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറും. അപ്പോൾ അങ്ങനെ കുറേ തൈകൾ പുതിയതായിട്ട് നല്ലവണ്ണം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ പൂവിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഓണമൊക്കെ കഴിയുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിലൊക്കെ പൂവിടും. ഇതായി കാണുന്നതൊക്കെ കാറ്റ്ലിയ ഓർക്കിഡാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഇതിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട് പൂവിൻ്റെ. അപ്പം ഇതിൽ ഇഷ്ടംപോലെ തൈകളുണ്ട് കേട്ടോ. ഇത് മഴ പെയ്താലും വെയിലെളിഞ്ഞാലും ഒന്നും അങ്ങനെ ഉണങ്ങിപ്പോകുന്ന ചെടിയല്ല. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടിയുടെ പൂക്കൾ. പിന്നെ വേറൊരു കാറ്റ്ലിയ ഓർക്കിഡും കൂടിയുണ്ട്, വൈറ്റ് കളറിൻ്റെ. അതിൽ അധികം അങ്ങനെ പൂവിട്ട് കണ്ടിട്ടില്ല. അതായത് ഇതിൻ്റെ ചകിരിയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതിലിപ്പോൾ വെള്ളം ഒഴിക്കാനും പേടിയാണ്. എപ്പോഴാണ് മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളം അധികം അങ്ങനെ ഒഴിച്ച് കൊടുക്കാറില്ല. മഴക്കാലത്ത് വളരെ കുറച്ചേ വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. വളത്തിൻ്റെ കുറവ് കൊണ്ടാണ് കേട്ടോ ഇത്രയും 2 പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു 10-12 പൂക്കൾ വരെ ഒരു തൈയിലുണ്ടാവും, ഒരു സ്റ്റെമ്മിലുണ്ടാവാറുണ്ട്. ഇതുണ്ട് ഫലനോപ്സിസിൻ്റെ ഇല ഉറുമ്പ് തിന്നിട്ട് പോയേക്കണാണ് കേട്ടോ. ഈ വലിയ ഉറുമ്പില്ലേ, അത് ഇതിൻ്റെ ഇലകൾ തിന്നും. ഇതിൽ കാണാം വട്ടത്തിൽ തിന്നിട്ട് പോയേക്കണത്. പിന്നെ ഉറുമ്പൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് പ്രാവ് വന്നിരിക്കും, അപ്പോൾ അതിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫലനോപ്സിസ് ചെടികൾ. ഒരു ഫലനോപ്സിസിൽ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റെമ്മ് വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെന്തായാലും 1 മാസം എടുക്കും അതൊന്ന് വളർന്ന് നല്ലവണ്ണം പൂവിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ വേരുകളൊക്കെ നല്ലോണം നിൽപ്പുണ്ട്. ഞാനിതൊക്കെ ഒന്നും പറിച്ച് മാറ്റി നടാത്തത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതിൽ നിന്ന് പറിച്ച് മാറ്റി നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നശിച്ചു പോകും. അതുകൊണ്ട് അതിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അതിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് വളർത്തിയൊരു സംഭവം നശിച്ചു പോകുന്നത് ഭയങ്കര വിഷമമല്ലേ. അതിൽ കണ്ടോ ഇലയിലൊക്കെ കറുത്ത മഞ്ഞപ്പുള്ളികൾ കണ്ടോ. അപ്പോൾ ചൂട് കൂടുതലും വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പെട്ടെന്ന് വെയിലിന് ഭയങ്കര ചൂടാണല്ലോ. അതുപോലെ തന്നെ അതേ ഡെൻഡ്രോബിയത്തിലൊക്കെ പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഡെൻഡ്രോബിയത്തിൽ പൂവിട്ടിരിക്കുന്നത്. പിന്നെ ഓൺസീഡിയ സ്പാസിലേറ്റത്തിൽ പൂവിട്ടിട്ടുണ്ട്. ഇതായി കാണുന്നത്. ഇതിൻ്റെ പൂ ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് അതിൻ്റെ. കാരണം 1 മീറ്ററോളം നീളം ഉണ്ടാവും അതിൻ്റെ തണ്ടിന്. പൂവൊക്കെ വിരിഞ്ഞ് വരാൻ തന്നെ 1 മാസം എടുക്കും. സ്റ്റെം വളർന്നു വരാൻ 1 മാസം എടുക്കും. പൂ ഉണ്ടായി വരാനായിട്ട് 1 മാസം എടുക്കും. അതൊക്കെ വിടർന്ന് കഴിയും. പിന്നെ വിടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മഴ നനയാതിരുന്ന് കഴിഞ്ഞാൽ അത് 2 മാസത്തോളം നിന്നോളൂ കേട്ടോ. യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് നിന്നോളും. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല മഞ്ഞ കളർ എന്ന് പറയുമ്പോൾ തന്നെ എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന കളറല്ലേ. പിന്നെ വേറൊരു ഡെൻഡ്രോബിയത്തിലും കൂടി മൊട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓർക്കിഡ് വിശേഷങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെടികളുടെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി കൊണ്ടുവരണം. മഴക്കാലമൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.